അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്നാസലും എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ 7ാമത്തെ പാഠഭാഗമാണ്. പാഠം 7, സ്വാതന്ത്ര്യ സമരവും മുസ്ലിംകളും. 100 കോടിയിലധികം ജനസമ്പത്തും നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക പാരമ്പര്യവുമുള്ള ഇന്ത്യ മഹാരാജ്യത്തിലെ 6-ൽ-1 മുസ്ലിമാണ്. ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നരുൾ ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ അനുയായികളായ മുസ്ലിങ്ങൾ എന്നും രാജ്യസ്നേഹത്തിൽ മുൻപന്തിയിലാണ്. മഹാന്മാരായ ഉലമാക്കളും അത്യുന്നതരായ ഉമറാക്കളും വെളിയംകോട് ഉമർ ഖാസിയെ പോലുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളും മുന്നിട്ടിറങ്ങിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ലോക ചരിത്രത്തിലെ ഒരു മഹാസംഭവമാണ്. ആയിരം മുസ്ലിം സഹോദരങ്ങളുടെ ജീവനും രക്തവും നൽകി ചൈതന്യപൂർണ്ണമാക്കിയതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ജൈനനും പാഴ്സിയുമെല്ലാം തോളുരുമ്മി അണിചേർന്നു നയിച്ച പോരാട്ടത്തിൻ്റെ വിജയമാണ് സ്വതന്ത്ര ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള പോരാട്ടമാണ് പ്രധാനമായും സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കിയിട്ടുള്ളത്. ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപം മുതലാണ് അതിൻ്റെ തുടക്കമെന്ന് പ്രസിദ്ധ ചരിത്രകാരനായ ഡോക്ടർ താരാചന്ദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതായി കാണാം. വൈദേശിക ശക്തികളെ ഇന്ത്യയെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന് തടുത്തു നിർത്തുന്നതും സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. പോർട്ടുഗീസുകാർ കിരാതമായ അടവുകളുമായി ഇന്ത്യയെ കൈവശപ്പെടുത്താൻ എത്തിയവരാണ് പോർട്ടുഗീസുകാർ. അവരുടെ നാവികത്തലവനായ വാസ്കോ ഡി ഗാമയുടെ നേതൃത്വത്തിലുള്ള പറങ്കിപ്പട 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങി. പറങ്കിപ്പടയെ 1 നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന നാവിക യുദ്ധങ്ങളിലൂടെ അറബിക്കടലിൽ തളച്ചിട്ടതു മുതൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യയിൽ ആരംഭിച്ചു. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക സൈന്യാധിപന്മാരായിരുന്ന കുഞ്ഞാലി മരയ്ക്കാന്മാരും അവരുടെ നേതൃത്വത്തിലുള്ള മാപ്പിളപ്പടയാളികളുമാണ് പോർട്ടുഗീസ് ആക്രമണത്തെ തടഞ്ഞു നിർത്തിയത്. അതിപുരാതനമായ മരയ്ക്കാർ കുടുംബം നാവിക വീരന്മാരുടെയും വ്യാപാര പ്രമുഖരുടെയും പ്രശസ്തമായ ഒരു തറവാടായിരുന്നു. പറങ്കിപ്പടയെ കിടിലം കൊള്ളിച്ചിരുന്ന കുട്ടിയലി എന്ന കുഞ്ഞാലി ഒന്നാമൻ, കുട്ടിപ്പോക്കർ എന്ന കുഞ്ഞാലി രണ്ടാമൻ, പട്ടുമരയ്ക്കാർ എന്ന കുഞ്ഞാലി മൂന്നാമൻ, മുഹമ്മദ് അലി എന്ന കുഞ്ഞാലി നാലാമൻ എന്നിവരാണ് ചരിത്രപ്രസിദ്ധരായ കുഞ്ഞാലി മരയ്ക്കാർമാർ. മരയ്ക്കാർ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തെയാണ് കുഞ്ഞാലി എന്ന പദവി നൽകി സാമൂതിരി ബഹുമാനിച്ചിരുന്നത്. വിശ്വസ്തൻ, പ്രിയങ്കരൻ എന്നീ അർത്ഥമാണ് കുഞ്ഞാലി എന്ന പദവിക്കുള്ളത്. 1 നൂറ്റാണ്ടിലധികം നടന്ന നാവിക യുദ്ധങ്ങളിൽ മരയ്ക്കാർ കുടുംബത്തിലെ ധീരനായകന്മാരും ലക്ഷക്കണക്കിന് മാപ്പിള പോരാളികളും മരണപ്പെട്ടു. 1502 പോർച്ചുഗീസ് സന്ദർശനം കഴിഞ്ഞ് അഡ്മിറൽ പദവിയോടുകൂടി 20 യുദ്ധക്കപ്പലുകളുമായിട്ടാണ് ഗാമ വീണ്ടും ഇന്ത്യയിലെത്തിയത്. മുസ്ലിങ്ങളോടുള്ള കടുത്ത പകയുമായി വർദ്ധിച്ച വീര്യത്തോടും സന്നാഹത്തോടും എത്തിയ ഗാമ ആദ്യം കണ്ടത് മാടായിക്കടുത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലായിരുന്നു. 400 ഹാജിമാരുമായി മക്കയിലേക്ക് പോയ ഖാജ ഖാസിമിൻ്റെ കപ്പൽ ഗാമ ആക്രമിച്ചു. സ്ത്രീകളും കുഞ്ഞുങ്ങളുമടങ്ങിയ തീർത്ഥയാത്രക്കാരെ ഒന്നടങ്കം അറുകൊല ചെയ്തു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതയാണിത്. ഇതുപോലെ 1000 നരനായാട്ടുകൾ നടത്തി മൃഗീയത കാട്ടിയ പോർട്ടുഗീസുകാരുടെ വരവിൻ്റെ 500ാം വാർഷികം ആഘോഷിച്ചവർക്ക് ചരിത്രം മാപ്പു നൽകുകയില്ല. കുഞ്ഞാലി നാലാമൻ. കുഞ്ഞാലി മരയ്ക്കാർമാർ എല്ലാം യുദ്ധത്തിൽ ഷഹീദായി. കുഞ്ഞാലി നാലാമൻ എന്ന മുഹമ്മദ് അലിയെ യാതൊരു തരത്തിലും കീഴ്പ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ പോർട്ടുഗീസുകാർ
അവസാനത്തെ അടവായി സാമൂതിരിയെ തന്നെ സ്വാധീനിച്ചു. സാമൂതിരിക്ക് ധാരാളം സമ്പത്തും പട്ടാള സഹായവും നൽകി. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാലിമരയ്ക്കാരെ കൊല ചെയ്യാൻ സാമൂതിരി കൂട്ടുനിന്നു. ചരിത്രത്തിലെ ഏറ്റവും നീചവും ക്രൂരവുമായ നന്ദികേടായി ഇത് രേഖപ്പെടുത്താം. കുഞ്ഞാലിമരയ്ക്കാരുടെ തല അവർ വെട്ടിമാറ്റിയ ശേഷം ശരീരഭാഗം 4 കഷ്ണമാക്കി മുറിച്ച് 4 കവലകളിൽ കുന്തത്തിൽ കുത്തി നിർത്തി പ്രദർശിപ്പിക്കുകയും തല ഉപ്പിട്ടുണക്കി കണ്ണൂരിലേക്ക് അയക്കുകയും ചെയ്തു. അവിടുത്തെ മാപ്പിളമാർക്ക് മുന്നറിയിപ്പെന്ന വണ്ണം തെരുവിലെ ഒരു സ്തംഭത്തിൽ പ്രദർശന വസ്തുവാക്കി. മുസ്ലിങ്ങളെ തേജോവധം ചെയ്തിരുന്ന പാശ്ചാത്യ ചരിത്രകാരന്മാർ പോലും ഇതിൽ ലജ്ജിച്ച് തലതാഴ്ത്തി. എന്ത് ക്രൂരതയാണല്ലേ! ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. ഉത്തരം എഴുതുക. 1. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് ഡോക്ടർ താരാചന്ദ് രേഖപ്പെടുത്തിയതെന്ത്? എന്താണ്? ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപം മുതലാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കമെന്ന് പ്രസിദ്ധ ചരിത്രകാരനായ ഡോക്ടർ താരാചന്ദ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2. കുഞ്ഞാലിമരയ്ക്കാർമാരിൽ പ്രധാനികൾ ആരെല്ലാം? ആരൊക്കെയായിരുന്നു? പറങ്കിപ്പടയെ കിടിലം കൊള്ളിച്ചിരുന്ന കുട്ടിയലി എന്ന കുഞ്ഞാലി ഒന്നാമൻ, കുട്ടിപ്പോക്കർ എന്ന കുഞ്ഞാലി രണ്ടാമൻ, പട്ടുമരയ്ക്കാർ എന്ന കുഞ്ഞാലി മൂന്നാമൻ, മുഹമ്മദാലി എന്ന കുഞ്ഞാലി നാലാമൻ എന്നിവരാണ് ചരിത്രപ്രസിദ്ധരായ കുഞ്ഞാലിമരയ്ക്കാർമാർ. 3. കുഞ്ഞാലി നാലാമൻ ഷഹീദായതെങ്ങനെ? കുഞ്ഞാലി നാലാമൻ എന്ന മുഹമ്മദാലിയെ യാതൊരു തരത്തിലും കീഴ്പ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ പോർട്ടുഗീസുകാർ അവസാനത്തെ അടവായി സാമൂതിരിയെ തന്നെ സ്വാധീനിച്ചു. സാമൂതിരിക്ക് ധാരാളം സമ്പത്തും പട്ടാള സഹായവും നൽകി. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാലിമരയ്ക്കാരെ കൊല ചെയ്യാൻ സാമൂതിരി കൂട്ടുനിന്നു. ചരിത്രത്തിലെ ഏറ്റവും നീചവും ക്രൂരവുമായ നന്ദികേടായി ഇത് രേഖപ്പെടുത്താം. 4. ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ എന്ന ഹദീസിൻ്റെ അർത്ഥം എഴുതുക. രാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. 5. യഥാർത്ഥ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആരംഭം എന്നു മുതൽ? ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപം മുതലാണ് അതിൻ്റെ തുടക്കമെന്ന് പ്രസിദ്ധ ചരിത്രകാരനായ ഡോക്ടർ താരാചന്ദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതായി കാണാം. അടുത്തത് വർഷം ഏതെന്ന് വ്യക്തമാക്കുക. 1. ശിപായി ലഹള നടന്നത് എന്നാണ്? 1857. 2. പറങ്കിപ്പട കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങിയത്? 1498 മെയ് 20. 3. അഡ്മിറൽ പദവിയോടുകൂടി 20 യുദ്ധക്കപ്പലുകളുമായി ഗാമ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നത് എന്നാണ്? 1502. അടുത്തത് പേരെഴുതുക. 1. പറങ്കിപ്പടയുടെ നാവികത്തലവൻ ആരായിരുന്നു? വാസ്കോഡി ഗാമ. 2. പറങ്കിപ്പടയോട് ഏറ്റുമുട്ടിയ പടയാളികൾ ആരൊക്കെയാണ്? കോഴിക്കോട് സാമൂതിരിയുടെ നാവിക സൈന്യാധിപന്മാരായിരുന്ന കുഞ്ഞാലിമരയ്ക്കാർമാരും അവരുടെ നേതൃത്വത്തിലുള്ള മാപ്പിള പടയാളികളുമാണ് പോർട്ടുഗീസ് ആക്രമണത്തെ തടഞ്ഞു നിർത്തിയത്. 3. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക സൈന്യാധിപന്മാർ കുഞ്ഞാലിമരയ്ക്കാർമാർ. 4. കാപ്പാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല? കോഴിക്കോട്. 5. 400 ഹാജിമാരുമായി മക്കയിലേക്ക് പോയ കപ്പലിൻ്റെ ഉടമ? ഖാജ കാസിം. 6. കുഞ്ഞാലി ഒന്നാമൻ. കുഞ്ഞാലി ഒന്നാമൻ്റെ പേരെന്താണ്? കുട്ടിയലി. 7. കുഞ്ഞാലി നാലാമൻ. ആരാണ് കുഞ്ഞാലി നാലാമൻ? മുഹമ്മദാലി. അടുത്തത് പൂരിപ്പിക്കുക. 1. കിരാതമായ അടവുകളുമായി ഇന്ത്യയെ കൈവശപ്പെടുത്താൻ എത്തിയവരാണ് ഡാഷ്. ആരാണ്? കിരാതമായ അടവുകളുമായി ഇന്ത്യയെ കൈവശപ്പെടുത്താൻ എത്തിയവരാണ് പോർട്ടുഗീസുകാർ. 2. മരയ്ക്കാർ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തെയാണ് ഡാഷ് എന്ന പദവി നൽകി സാമൂതിരി ബഹുമാനിച്ചിരുന്നത്.
മരക്കാർ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തെയാണ് കുഞ്ഞാലി എന്ന പദവി നൽകി സാമൂതിരി ബഹുമാനിച്ചിരുന്നത്. അപ്പോൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.